മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കൊടുക്കാത്ത നമ്മുടെ നാട് ഈ സാധാരണ ആണുങ്ങൾക്ക് നീതി തരുമോ? കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് ദുബായിൽ റേപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ. ഡിജിറ്റൽ റേപ്പ് എന്നൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ജിപേ വഴി റേപ്പ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റൂല്ലോ. നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത ആ കുട്ടിക്കെതിരെ കേസെടുത്തു. അതെന്താ ഇല്ല? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണ് ആ സ്ത്രീ കൊടുത്തതെന്ന് പോലീസ് തെളിയിച്ചല്ലോ. നിവിൻ പോളി നമ്മുടെ കേരളത്തിലായിരുന്നല്ലോ. കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് ദുബായിൽ റേപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ. ഡിജിറ്റൽ റേപ്പ് എന്നൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ജിപേ വഴി റേപ്പ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റൂല്ലോ. നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത ആ കുട്ടിക്കെതിരെ കേസെടുത്തു. അതെന്താ ഇല്ലാത്ത? ആർക്കെതിരെ ആവട്ടെ, നമുക്കെതിരെ ഒരു വ്യാജ പരാതി വന്ന് അത് വ്യാജമാണെന്ന് പോലീസും കോടതിയും കണ്ടെത്തി കഴിഞ്ഞാൽ ആ വ്യാജ പരാതി കൊടുത്ത ആൾക്ക് നിയമ സംവിധാനത്തെ മിസ്യൂസ് ചെയ്യുന്നതിനെയും എന്നെ ഡിഫെയിം ചെയ്യുന്നതിനെയും എനിക്കുണ്ടായ ഹരാസ്മെന്റിന്റെയും പേര് കേസെടുക്കണ്ടേ? മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കൊടുക്കാത്ത നമ്മുടെ നാട് ഈ സാധാരണ ആണുങ്ങൾക്ക് നീതി തരും. ആ വ്യാജ പരാതി കൊടുത്ത ആൾക്ക് നിയമ സംവിധാനത്തെ മിസ്യൂസ് ചെയ്യുന്നതിനെയും എന്നെ ഡിഫെയിം ചെയ്യുന്നതിനെയും എനിക്കുണ്ടായ ഹരാസ്മെന്റിന്റെയും പേര് കേസെടുക്കണ്ടേ? മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കൊടുക്കാത്ത നമ്മുടെ നാട് ഈ സാധാരണ ആണുങ്ങൾക്ക് നീതി തരുമോ? നിവിൻ പോളി എന്ന യുവതാരങ്ങളിലെ ഏറ്റവും പ്രമുഖ നിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാത്ത നീതി നമുക്ക് ആർക്കെങ്കിലും കിട്ടുമോ? നമ്മുടെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. ഈ വേറെ ചാനലിന്റെ പേര് പറയുന്നത് കുഴപ്പമില്ലെങ്കിൽ പറയാം. ഫ്ലവേഴ്സ് ന്യൂസ് 24 ഞാനും വീണ ഇന്നലെ ഇരുന്നു. ഞാൻ വീണയുടെ കാല് പിടിക്കുകയോ വീണയെ അത്ര എന്താ പറയുക നിർബന്ധമായി പറയുകയും ചെയ്തു. വെറുതെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത സരിതയ്ക്കെതിരെ ഒരു പരാതി എടുക്കണമെന്ന് വെറുതെ പറയാൻ, ചുമ്മാ വെറുതെ പറച്ചില്ല. നിവിൻ പോളി നമ്മുടെ കേരളത്തിലായിരുന്നല്ലോ. കൊച്ചിയിൽ ഇരുന്നുകൊണ്ട് ദുബായിൽ റേപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ. ഡിജിറ്റൽ റേപ്പ് എന്നൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ജിപേ വഴി റേപ്പ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റൂല്ലോ. നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത ആ കുട്ടിക്കെതിരെ കേസെടുത്തു. അതെന്താ ഇല്ലാത്ത? ഹരാസ്മെന്റിന്റെയും പേര് കേസെടുക്കണ്ടേ? മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കൊടുക്കാത്ത നമ്മുടെ നാട് ഈ സാധാരണ ആണുങ്ങൾക്ക് നീതി തരൂ.